നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ നമ്മൾ തേർഡ് മോഡ്യൂൾ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സ്റ്റോറേജ് ഹെഡ് വർക്കിനെ കുറിച്ച് അല്ലേ, ഡാംസിനെ കുറിച്ച്, വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ട്രക്ചേഴ്സിനെ കുറിച്ച്. അപ്പൊ അതിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാംസ് നോക്കി. പിന്നെ എന്തൊക്കെയാണ് നല്ല ക്രൈറ്റീരിയാസ് ഫോർ ദ സെലക്ഷൻ ഓഫ് എ റിസർവോയർ, ഒരു റിസർവോയർ സെലക്ട് ചെയ്യേണ്ട സൈറ്റ് എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനിക്കുന്നത് എന്ന് നോക്കി. പിന്നെ അവിടെ ചെയ്യേണ്ട സർവേ, ഏതൊക്കെ സർവേ ആണ് അവിടെ ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്കൊരു പുതിയ സൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചാൽ അവിടെ ആദ്യം തന്നെ റെക്കഗ്നൈസൻസ് ചെയ്യണം. അത് കഴിഞ്ഞ പ്രൈമറി സർവേ അല്ലെ, പ്രൈമറി സർവേ അതിലാണ് എന്തൊക്കെ വരുന്നത്, എഞ്ചിനീയറിംഗ് സർവേ വരും, പിന്നെ മണ്ണിനെ കുറിച്ച് അല്ലെ ജിയോളജിക്കൽ സർവേ, പിന്നെ അവിടുത്തെ വാട്ടർ പാറ്റേണിനെ കുറിച്ച്, അതായത് ഹൈഡ്രോളജിക് സർവേ. അപ്പൊ ഇതെല്ലാം വരുന്നത് പ്രൈമറി സർവേയിലാണ്. അത് കഴിഞ്ഞാൽ അവിടെ ഒരു ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷനും ചെയ്യും അല്ലേ. അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നോക്കി. പിന്നെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് കുറെ ടേംസിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് അല്ലെ. അതായത് ഡാമിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന കുറെ വാക്കുകൾ. ഫോർ എക്സാമ്പിൾ എന്തൊക്കെയാണ്, വാട്ടർ ലെവല്, പല വാട്ടർ ലെവൽസ് നമ്മൾ പറഞ്ഞു. ഫുൾ റിസർവോയർ ലെവൽ, മാക്സിമം വാട്ടർ ലെവൽ അല്ലെ. ഫുൾ റിസർവോയർ ലെവൽ എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ ആ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത് ആ ഒരു വാട്ടർ ലെവൽ അത്രയും വെള്ളം സ്റ്റോർ ചെയ്യാനാണ്. പിന്നെ ചില കേസില്, അതായത് ഒരു ഫ്ലഡ് ഒക്കെ വന്നാൽ വെള്ളം കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് എത്രത്തോളം മാക്സിമം ലെവലിൽ കൂടും, അതാണ് മാക്സിമം വാട്ടർ ലെവൽ. പിന്നെ അതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ഫ്രീ ബോർഡ് അല്ലെ, ഗ്രോസ് ഫ്രീ ബോർഡ്, നെറ്റ് ഫ്രീ ബോർഡ്. അപ്പൊ അതൊക്കെ നോക്കി. പിന്നെ അതുപോലെ എന്താണ് ഒരു ഡാമിലെ ഡെഡ് സ്റ്റോറേജ്, എന്താണ് ഒരു ഡാമിലെ ലൈവ് സ്റ്റോറേജ്, അതൊക്കെ നോക്കി അല്ലേ. പിന്നെ അതുപോലെ എന്താ നോക്കിയത്, എന്താണ് സ്പിൽവേ അല്ലെ, വെള്ളം അപ്സ്ട്രീം സൈഡിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് സ്പിൽവേ എന്ന് പറയുക. പിന്നെ അതുപോലെ ഡാമിൽ ഉണ്ടാവുന്ന പല വാട്ടർ ലോസുകൾ, ഇവാപ്പറേഷൻ അല്ലെ, ഇവാപ്പറേഷൻ വഴി ഒരുപാട് വെള്ളം നഷ്ടമാവും ഡാമിൽ നിന്ന്. അപ്പൊ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ അതുപോലെ എന്താണ് റിജിഡ് ഡാംസ്, എന്താണ് നോൺ റിജിഡ് ഡാംസ്, അതൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ നിർത്തിയത് ഒരു ഡാമിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ. അപ്പൊ അതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ഗ്രാവിറ്റി ഡാം അല്ലെ, ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ഗ്രാവിറ്റി ഡാം. ഏതൊക്കെ ഫോഴ്സസ് ആണ് ഒരു ഡാമില് വരാവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് വാട്ടർ പ്രഷർ, അത് നമുക്കറിയാം. വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനാണ് നമ്മൾ ആ ഒരു ഡാം ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. അപ്പൊ എന്തായാലും ആ വെള്ളത്തിന്റെ പ്രഷർ ആ ഒരു ഡാമിലേക്ക് വരും. ഈ വെള്ളത്തിന്റെ പ്രഷർ എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു പ്രഷർ അല്ല അല്ലെ. നിങ്ങൾ മിക്ക ആൾക്കാരും നമ്മുടെ ഈ ബീച്ചിലൊക്കെ എന്താണ് കുളിക്കാനൊക്കെ പോയിട്ടുണ്ടാവും അല്ലെ. ബീച്ചില് വേവ്സിന്റെ ഒക്കെ ഒരു ശക്തി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ വേവ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല, നമ്മൾ തന്നെ അങ്ങ് ഒഴുകി പോകാനുള്ളൊരു സാധ്യത ഉണ്ട് അല്ലെ. അപ്പൊ അത്രയും പ്രഷറാണ്, വെള്ളത്തിന്റെ പ്രഷർ എന്ന് പറയുമ്പോൾ വളരെ ഹൈ പ്രഷറാണ്. അപ്പൊ അത്രയും ഹൈ പ്രഷർ ഈ ഒരു ഡാമിന് താങ്ങി നിൽക്കാൻ സാധിക്കണം അല്ലെ. അപ്പൊ വാട്ടർ പ്രഷർ ഉണ്ടാവും.
ഈ പൊതുവെ നമ്മുടെ ഗ്രാവിറ്റി ഡാമിന്റെ ഒരു പെക്യൂലിയാരിറ്റി എന്താണ്? ഗ്രാവിറ്റി ഡാം എന്ന് പറഞ്ഞാൽ അതിന്റെ വെയിറ്റ് കൊണ്ട് തന്നെ അതിന് ഈ ഒരു പ്രഷർ താങ്ങി നിൽക്കാൻ സാധിക്കും. അപ്പോ ഈ ഒരു വെയിറ്റ്, ആ ഒരു ഡാമിന്റെ വെയിറ്റ് എന്ന് പറയുന്നതും ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്. സെൽഫ് വെയിറ്റ് ഓഫ് ദ ഡാം. ഈ സെൽഫ് വെയിറ്റ് ഓഫ് ദ ഡാമിന് തന്നെ ഒരുപാട് വാട്ടർ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നെ അടുത്തത് അപ്ലിഫ്റ്റ് പ്രഷർ. അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ പറഞ്ഞതാണ്, എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ പറയാം. അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോയിലിന്റെ ഇടയിലുള്ള പോർ സ്പേസസിൽ വെള്ളം ഉണ്ടാവും അല്ലേ? നിങ്ങൾക്കറിയാം സോയിൽ എന്ന് പറയുമ്പോൾ അതിൽ വോയിഡ് സ്പേസസ് ഉണ്ടാവും, ഇടയിൽ ഗ്യാപ്പുകൾ, പാർട്ടിക്കിൾസിന്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിലൊക്കെ വെള്ളമാണ്. അപ്പൊ ഈ വെള്ളത്തിനൊരു ടെൻഡൻസി ഉള്ളത് എന്താണ്? താഴേക്കൊരു ഫോഴ്സ് വരികയാണെങ്കിൽ അതേപോലെ തിരിച്ച് ഒരു ഫോഴ്സ് തിരിച്ചും എന്ത് ചെയ്യും? വെള്ളത്തിന് തിരിച്ചു കൊടുക്കാനുള്ള ഒരു കഴിവുണ്ട്. അതാണ് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഫോഴ്സ് ഓഫ് ബൊയാൻസി അല്ലെ? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ബൊയാൻസി ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ബോഡി താഴേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യാണ് അതിന്റെ വെയിറ്റ് എങ്കിൽ, വെള്ളം എന്ത് ചെയ്യും? മുകളിലേക്കും തിരിച്ചൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും അല്ലെ? അപ്പൊ ഈ വെള്ളത്തിന് എന്ത് ചെയ്യാം? നമ്മുടെ ഡാമിന്റെ സെൽഫ് വെയിറ്റ് കാരണം താഴേക്ക് എക്സേർട്ട് ചെയ്യുന്നത് കൊണ്ട് ഈ പോർ സ്പേസസിൽ ഇരിക്കുന്ന വെള്ളം മുകളിലേക്കും ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അതിനെയാണ് അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് എർത്ത് പ്രഷർ ആണ്. അതായത് നമ്മുടെ ഭൂമിയുടെ അടിയിലുള്ള ടെക്ടോണിക് പ്ലേറ്റ്സ് ഒക്കെ അല്ലേ? നമുക്കറിയാം ടെക്ടോണിക് പ്ലേറ്റുകളാണ് ഭൂമിയുടെ അടിയിൽ മുഴുവൻ, അതായത് കുറെ പാറകൾ അല്ലെ? ആ പാറയൊക്കെ ഒന്ന് അനങ്ങിയാൽ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ് ഒന്ന് തെറ്റിയാൽ എന്ത് പറ്റും? ആ ഒരു ഇംബാലൻസ് കാരണം എർത്ത് ഉണ്ടാവും അല്ലെ? അപ്പൊ ആ ഒരു എർത്ത് പ്രഷറും എന്തിനെ? നമ്മുടെ ഗ്രാവിറ്റി ഡാമിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഐസ് പ്രഷർ. ഐസ് പ്രഷർ എന്ന് പറയുമ്പോൾ വളരെ തണുപ്പുള്ള രാജ്യങ്ങളിൽ വെള്ളം ഒരുപക്ഷെ ഈ ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെ നിലനിൽക്കണമെന്നില്ല. ഇപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതൊരു ഫ്രോസൺ സ്റ്റേറ്റിലേക്ക് മാറും. അപ്പോ വെള്ളത്തിന്റെ വെയിറ്റ് ആയിരിക്കില്ല ഐസിന്റെ വെയിറ്റ് അല്ലെ? വെള്ളം കൊടുക്കുന്ന പ്രഷർ ആയിരിക്കില്ല ഐസ് കൊടുക്കുന്ന പ്രഷർ, രണ്ടും വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഐസ് പ്രഷറും നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ അടുത്തതാണ് വേവ് പ്രഷർ. അതായത് വെള്ളത്തിന്റെ മുകളിലൂടെ കാറ്റടിച്ചു കഴിഞ്ഞാൽ ഫോം ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത്? വേവ്സ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ആ വേവ്സ് വന്ന് ഇടിക്കുക എവിടെയാണ്? ഈ ഡാമിന്റെ മുകളിലേക്കാണ് വന്ന് ചെന്ന് ഇടിക്കുന്നത്. അപ്പൊ അതും ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ അതുപോലെ വിൻഡ് പ്രഷർ, എത്രമാത്രം കാറ്റടിക്കുന്നുണ്ട്, അതും ഒരു ക്രൈറ്റീരിയ ആണ്. പിന്നെ എർത്ത് ആൻഡ് സിൽറ്റ് പ്രഷർ, അതായത് നമ്മുടെ ഡെഡ് സ്റ്റോറേജിൽ അല്ലെ? നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ, ഡെഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് എന്താണ്? ഉപയോഗിക്കാത്ത വെള്ളം. നമ്മൾ ആ ഡാമില് നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത കുറച്ച് വെള്ളം ഉണ്ടാവും അടിയിൽ അല്ലെ? അപ്പൊ ആ വെള്ളത്തിലാണ് എന്തടങ്ങിയിട്ടുള്ളത്? സിൽറ്റ് പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുള്ളത്. അപ്പൊ ആ മൺതരികൾ, ആ സിൽറ്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? അതും ഒരു ഫോഴ്സ് ഇങ്ങോട്ട് എക്സേർട്ട് ചെയ്യും, ഈ ഡാമിലേക്ക് ഒന്ന് തള്ളും അല്ലെ? അപ്പൊ ആ ഫോഴ്സും നമ്മൾ കൺസിഡർ ചെയ്യണം. ആ ഫോഴ്സസ് ഒക്കെ വളരെ ചെറുതാണെങ്കിൽ പോലും അതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം ഒരു ഡാം ഡിസൈൻ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ ഈ 8 ഫോഴ്സസ് ആണ് മെയിൻലി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഫോഴ്സസ്. ഓരോന്ന് നമുക്ക് നോക്കാം.
അപ്പൊ ആദ്യം പറയുന്നത് വാട്ടർ പ്രഷർ. The pressure of water on the upstream phase of the dam. അപ്പൊ നമ്മുടെ ഡാം ഇതാണ് അല്ലെ, ഡാം ആണിത്. അപ്പൊ ഇതാണ് അപ്സ്ട്രീം സൈഡ്, ഇതാണ് ഡൗൺ സ്ട്രീം സൈഡ്. ഓക്കെ, ഈ ഡാമിന്റെ ഷേപ്പ് നിങ്ങൾ ഇപ്പൊ അധികം ശ്രദ്ധിക്കണം, നമുക്കത് വഴിയേ പറയാം. ഓക്കെ, ഇത് ഹൈ ഡാം ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട പ്രൊഫൈൽസ് ഒക്കെ ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരുന്നില്ല അല്ലെ, ഇവിടെ സ്ട്രെയിറ്റ് ആയിരുന്നു. അത് ലോ ഡാംസ് ആണ്, ഇത് ഹൈ ഡാം ആണ്. ഓക്കെ, അത് നമുക്ക് വഴിയെ പറയാം. അപ്പൊ എന്താണ്, ഈ ഡാമിന്റെ അപ്സ്ട്രീം സൈഡ് ആണിത്, ഡൗൺ സ്ട്രീം സൈഡ് ആണ് ഇത്. അപ്പൊ നമ്മുടെ പ്രഷർ ഓൺ ദ അപ്സ്ട്രീം സൈഡ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അല്ലെ. അതാണ് നമ്മുടെ ഡാമിനെ മറയ്ക്കാനുള്ള സാധ്യത, ഈ അപ്സ്ട്രീം സൈഡിലുള്ള വെള്ളത്തിനാണ്. So the total pressure is in the horizontal direction and acts on the upstream at a height h/3 from the bottom. അപ്പൊ ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞു നിർത്തിയിരുന്നു അല്ലെ, നമ്മൾ ഈ ഒരു പ്രഷർ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രഷർ ലോ പ്രകാരം ഒരു പോയിന്റിലുള്ള പ്രഷർ എത്രയായിരിക്കും? നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിലൊക്കെ പഠിച്ച ഫോർമുല അല്ലെ, പ്രഷർ P is equal to rho g h അല്ലെ. റോ എന്ന് പറയുന്നത് ആ വെള്ളത്തിന്റെ ഡെൻസിറ്റി, ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ ഈ രണ്ട് ടേംസും മാറില്ല. പിന്നെ മാറാവുന്നത് എന്താണ്? ഓരോ പോയിന്റിലും അതിന്റെ ഹൈറ്റ് അല്ലെ. അപ്പൊ ഈ ഫസ്റ്റ് ഇപ്പൊ നമ്മള് മുകളിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രഷർ എത്രയായിരിക്കും? ഇതിന്റെ മുകളിൽ ഒന്നും വെള്ളം ഇല്ല. അപ്പൊ വാട്ടർ പ്രഷർ എന്ന് പറയുന്നത് ഹൈറ്റ് 0 ആണ് അല്ലെ. അപ്പൊ റോ ജി എച്ച് എന്ന് പറയുന്ന ഫോർമുലയില് h 0 ആണ്. അതായത് പ്രഷർ എന്ന് പറയുന്നത് ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ 0 ആണ്. പിന്നെ താഴോട്ട് വരും തോറും നമ്മുടെ h കൂടി വരും അല്ലെ. h കൂടി വന്നത് മാക്സിമം എവിടെയാണ്? ഏറ്റവും താഴെ എത്തുമ്പോഴാണ് മാക്സിമം വാല്യൂ എത്തുന്നത്. അപ്പോൾ ആ ഒരു വേരിയേഷൻ കാണിച്ചതാണ് പ്രഷറിന്റെ വേരിയേഷൻ. Can be drawn as a triangle. ഒരു ട്രയാങ്കിൾ ആയിട്ട് നമുക്കത് എക്സ്പ്രസ് ചെയ്യാം. With 0 at the top and maximum, അതായത് rho g h എന്ന് പറയുന്ന വാല്യൂ at the bottom. ഇവിടെ WH എന്ന് കാണിച്ചത്, ഈ W എന്ന് പറയുന്നത് സ്പെസിഫിക് വെയിറ്റ് ആണ്, അതായത് rho g തന്നെയാണ് W. അപ്പൊ rho g h അത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ rho g h ആണ് എന്ത്? ഏറ്റവും താഴെ മാക്സിമം വരുന്ന പ്രഷർ അല്ലെ. ഇവിടെ ഉള്ള മുകളിലുള്ള വെള്ളത്തിന്റെ ഒക്കെ പ്രഷർ താഴേക്ക് കിട്ടും നമുക്ക്. ഓക്കെ, അപ്പൊ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. സോ ദ ടോട്ടൽ പ്രഷർ ഈസ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അത് നമുക്കറിയാം അല്ലെ. ഈ വെള്ളത്തിന്റെ പ്രഷർ ഈ ഡാമിലേക്ക് എക്സേർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലായിരിക്കും എക്സേർട്ട് ചെയ്യുന്നത്. അത് ഏത് പോയിന്റിലാണ് അത് ആക്ട് ചെയ്യാന്ന് ചോദിച്ചാൽ at a height h/3 from the bottom. അതായത് നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ട്രയാങ്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണ്? ബേസിൽ നിന്ന് h/3 ഹൈറ്റിലായിരിക്കും സെന്റർ ഓഫ് ഗ്രാവിറ്റി CG അല്ലെ, CG ആക്ട് ചെയ്യാം. അപ്പൊ ആ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ് എന്ത്? നമ്മുടെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്ന ആ ഒരു പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ട്സ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് h/3 ഫ്രം ദ ബോട്ടം. താഴെ നിന്ന് h/3 ഹൈറ്റിലായിരിക്കും ആ ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ്, ഡാമിന്റെ ഈ ഒരു പോയിന്റിലാണ് ഏറ്റവും കൂടുതൽ പ്രഷർ, ആ പ്രഷർ ഫോഴ്സ് ആ ഒരു ഡാമിന് കിട്ടുന്നത്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് causing instability to the dam structure. അപ്പൊ നമ്മൾ നേരത്തെ കുറേ ഫോഴ്സസ് കണ്ടിരുന്നു അല്ലെ, 7-8ഓളം ഫോഴ്സസ് കണ്ടിരുന്നു, 8 ഫോഴ്സസ് കണ്ടിരുന്നു അല്ലെ. അപ്പൊ ആ 8 ഫോഴ്സസിലും ഏറ്റവും ലാർജസ്റ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ വാട്ടർ പ്രഷർ തന്നെയാണ്. വെള്ളത്തിന്റെ പ്രഷറാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഡാമിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ടി വരുന്ന ഫോഴ്സ്. അതിന്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ, the pressure diagram is a triangle and the total pressure is given by P is equal to WH square by 2.
അതാണ് ടോട്ടൽ പ്രഷർ ഫോഴ്സ്. അതെങ്ങനെയാ കിട്ടിയതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ എത്രയാ വരിക? ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാം? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ? അപ്പൊ ഹാഫ് 1/2 ഇൻറ്റു ബേസ് എത്രയാണ്? WH അല്ലേ, അല്ലെങ്കിൽ ρgh. അതാണ് ബേസ് ഇൻറ്റു ഹൈറ്റ് ഹൈറ്റ് h. സോ ഹാഫ് ഇൻറ്റു WH ഇൻറ്റു h. അതാണ് WH²/2 എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് gravity dam. If there is water standing on the downstream side of the dam, pressure may be calculated similarly. അപ്പോൾ ഡൗൺസ്ട്രീം സൈഡിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് വളരെ കുറവായിരിക്കും, പക്ഷെ അത് ഇതേപോലെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതും എന്ത് ചെയ്യാം? ഒരു ട്രയാങ്കിൾ ആയി എടുത്ത് ആ ട്രയാങ്കിളിനെ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നുള്ള ഫോർമുലയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ അവിടെ ഉണ്ടാവാവുന്ന പ്രഷറും നമുക്ക് കണ്ടുപിടിക്കാം, പ്രഷർ ഫോഴ്സും. കേട്ടോ, ഇത് പ്രഷർ അല്ല, പ്രഷർ എന്ന് പറയുന്നത് ρgh ആണ്, ശ്രദ്ധിക്കണം. പ്രഷർ ഫോഴ്സ് ആണ് ഈ കിട്ടിയ വാല്യൂ. ഓക്കെ, ρgh²/2 എന്ന് പറയുന്നത് പ്രഷർ ഫോഴ്സ് ആണ്. So this pressure on the downstream phase actually stabilizes the dam. ഈ ഡൗൺസ്ട്രീമിൽ എന്തെങ്കിലും അങ്ങനെ ഒരു പ്രഷർ ഫോഴ്സ് ഉണ്ടെങ്കിൽ അത് ഡാമിനെ സ്റ്റെബിലൈസ് ചെയ്യുകയുള്ളൂ, അതായത് ആ ഡാമിനെ സ്റ്റേബിൾ ആക്കുകയുള്ളൂ അല്ലേ? അതെന്താണെന്ന് ചോദിച്ചാൽ അപ്സ്ട്രീം സൈഡിലെ വെള്ളം ഇങ്ങോട്ടേക്കാണ് ഫോഴ്സ് കൊടുക്കുന്നത് അല്ലേ? അപ്പൊ ഈ ഡാമിന് മറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അത് പിടിച്ചു വെക്കുന്നതാണ് ഡൗൺസ്ട്രീമിലുള്ള ഫോഴ്സ്. ഡൗൺസ്ട്രീമിൽ പ്രഷർ ഫോഴ്സ് ഉണ്ടെങ്കിൽ എന്ത് പറ്റും? അത് ഇങ്ങോട്ട് തിരിച്ചാണ് എക്സേർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ആ ഡാമിനെ തിരിച്ച് അങ്ങനെ തന്നെ അതേ പൊസിഷനിൽ നിർത്താൻ സഹായിക്കും. സോ ദ ഡൗൺസ്ട്രീം സൈഡ് സ്റ്റെബിലൈസസ് ദ ഡാം. ഓക്കെ, അപ്പൊ അതാണ് വാട്ടർ പ്രഷർ. ഇനി അടുത്തത് സെൽഫ് വെയിറ്റ് ഓഫ് ദ ഡാം ആണ്. ആ ഡാമിനുണ്ടാവാവുന്ന സെൽഫ് വെയിറ്റ്. അപ്പൊ നമ്മുടെ ഡാമിന്റെ പ്രൊഫൈൽ ഷേപ്പ് ഇതാണ്, അതായത് ഒരു ഹൈ ഡാമിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് അല്ലെ? സോ ദ ഓൺലി ലാർജസ്റ്റ് ഫോഴ്സ് വിച്ച് സ്റ്റെബിലൈസസ് ദ സ്ട്രക്ചർ. അപ്പൊ സെൽഫ് വെയിറ്റ് ആണ് ദ ലാർജസ്റ്റ് ഫോഴ്സ് വിച്ച് സ്റ്റെബിലൈസസ് ദ സ്ട്രക്ചർ. അതായത് ആ വെള്ളത്തിന്റെ പ്രഷറിനെ താങ്ങി നിൽക്കാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ ഫോഴ്സ് ഏത് തന്നെയാണ്? ഈ ഡാമിന്റെ സെൽഫ് വെയിറ്റ് ആണ് അല്ലെ? ഈ ഡൗൺ സ്ട്രീമിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രഷർ ഫോഴ്സ് ആ വെള്ളത്തിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റില്ല. അതിലെ മേജർ പാർട്ടും വരുന്നത് ആ ഡാമിന്റെ സെൽഫ് വെയിറ്റിന് തന്നെയാണ്. The cross section of the dam may be divided into several triangles and rectangles, and the weights W1, W2, W3, etc. of each of these may be computed conveniently. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഡാമിന്റെ സെൽഫ് വെയിറ്റ് എത്രത്തോളം ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? ആ ഡാമിനെ നമ്മൾ ട്രയാങ്കിളും റെക്ടാങ്കിളും ഒക്കെ ആക്കി മാറ്റാം. എന്നിട്ട് ഈ ട്രയാങ്കിളിന്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ഈ റെക്ടാങ്കിൾ പോർഷന്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, പിന്നെ ഈ ഒരു ട്രയാങ്കുലർ പോർഷന്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അത് മൂന്നും കൂടെ ആഡ് ചെയ്യുക. അത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ വെയിറ്റ്, ടോട്ടൽ സെൽഫ് വെയിറ്റ് ഓഫ് ദ ഡാം കിട്ടും. The total weight W of the dam acts at the center of gravity of its section. അപ്പൊ ഈ ഒരു ടോട്ടൽ ഫിഗറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും ആ ഒരു ടോട്ടൽ വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്നത് ഏത് പോയിന്റിലാ പറഞ്ഞത്? വെള്ളത്തിന്റെ പ്രഷർ, അപ്സ്ട്രീം സൈഡിലുള്ള വെള്ളത്തിന്റെ പ്രഷർ at a distance of h/3 from the base അല്ലേ? കാരണം ആ ഒരു ട്രയാങ്കുലർ ഫിഗറിന്റെ CG സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് h/3 ഹൈറ്റിലാണ് അല്ലെ, ഫ്രം ദ ബേസ്. അതുപോലെ
ഈ ഒരു സെൽഫ് വെയിറ്റിന്റെ ടോട്ടൽ വെയിറ്റ് ആക്ട്സ് അറ്റ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി. അതിപ്പോ കൃത്യമായിട്ട് എവിടെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രൊഫൈൽ. ആ പ്രൊഫൈൽ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ. പിന്നെ അടുത്തതാണ് അപ്ലിഫ്റ്റ് പ്രഷർ. അതായത് താഴേന്ന് വെള്ളം ഡാമിലേക്ക് കൊടുക്കുന്ന പ്രഷർ. When the water is stored on the upstream side of a dam, there exists a head of water equal to the height up to which the water is stored. അപ്പോൾ നമ്മൾ അപ്സ്ട്രീമിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അവിടെ വരാവുന്ന ഹെഡ്, മാക്സിമം ഹെഡ് എന്ന് പറയുന്നത് എത്രയാണ്? പ്രഷർ ഹെഡ്, മാക്സിമം പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് എത്രയാണോ ആ വെള്ളത്തിന്റെ ഡെപ്ത് അത്രത്തോളം പ്രഷർ, മാക്സിമം പ്രഷർ ഹെഡ് വരാം, അല്ലേ? This water seeps through the body of the dam or its foundation and causes upward pressure. അപ്പോൾ ഈ ഒരു ഹെഡിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളം താഴോട്ടേക്ക് ഒഴുകുന്നത്, ഭൂമിയുടെ അടിയിലേക്ക് ഒഴുകുന്നത്, അല്ലേ? ഫൗണ്ടേഷനിലേക്ക് ഒഴുകുന്നത്. അപ്പൊ ആ ഒഴുക്കിന് അടിസ്ഥാനമായി എന്ത് ചെയ്യും? അത്രത്തോളം വെള്ളം മുകളിലേക്കുള്ള പ്രഷർ എക്സേർട്ട് ചെയ്യും. അപ്പൊ ഈ വെള്ളം ഇങ്ങനെ താഴേക്ക് ഒഴുകി വരും, ഫൗണ്ടേഷനിലേക്കൊക്കെ ഒഴുകി വരും. ആ ഒഴുകി വന്ന വെള്ളം ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും ഉണ്ടാവുക? അപ്സ്ട്രീം സൈഡിൽ, അല്ലെ? അതായത് ഹീല്. ഇതാണ് നമ്മുടെ ഡാമിന്റെ ഹീല്, ഇതാണ് ടോ, അല്ലെ? അപ്പൊ ആ ഒരു ഹീൽ പോയിന്റിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ വെള്ളത്തിന്റെ പ്രസൻസ് ഉണ്ടാവുക. പിന്നെ ദൂരം കൂടി വരുമ്പോ ആ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു വരും, അല്ലെ? അങ്ങനെ ടോ എത്തുമ്പോഴേക്കും ഒരുപക്ഷെ 0 ആവാം. 0 പ്രാക്ടിക്കലി 0 ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി തൽക്കാലം നമുക്ക് 0 ആക്കി എടുക്കാം. ഓക്കെ, ഇവിടെ മാക്സിമവും ഇവിടെ മിനിമവും ആക്കി എടുക്കാം. അപ്പൊ അവിടെയും നമുക്ക് കിട്ടുന്ന ഷേപ്പ് എന്ത് തന്നെയാണ്? ആ പ്രഷർ വേരിയേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസിനെ വെച്ച് മാറും, അല്ലെ? അപ്പൊ മാക്സിമം ഉണ്ടാവുന്നത് അപ്സ്ട്രീമിൽ നിന്ന് വെള്ളം ഒഴുകി ഇവിടെ എത്തുമ്പോഴാണ്. പിന്നെ ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടുന്തോറും ആ പ്രഷർ കുറഞ്ഞു വരും. അപ്പൊ ഇവിടെയും ഒരു ട്രയാങ്കുലർ ഷേപ്പ് തന്നെയാണ്. അപ്പൊ അപ്ലിഫ്റ്റ് പ്രഷറും നമുക്ക് എവിടെ തന്നെ എടുക്കാം? അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ്, ഇപ്പൊ ബേസ് ബി, ബേസ് ലെങ്ത് ബി ആക്കി എടുക്കുകയാണെങ്കിൽ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് b/3 ഫ്രം ദ ഹീൽ, അല്ലെ? ഹീലിൽ നിന്ന് b/3 ഡിസ്റ്റൻസിലായിരിക്കും നെറ്റ് അപ്ലിഫ്റ്റ് പ്രഷർ ആക്ട് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. This water seeps through the body of the dam or its foundation and causes upward pressure. അപ്പൊ ഈ വെള്ളം വന്ന് upward pressure ഉണ്ടാക്കും. It is also known as upward pressure. അപ്പൊ uplift പ്രഷറിന്റെ വേറെ പേരാണ് upward pressure, അല്ലേ? It reduces the effective weight of the structure. അപ്പൊ ഇത് എന്ത് ചെയ്യും? In effect എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഈ വെയിറ്റ്, നമ്മുടെ ഡാമിന്റെ വെയിറ്റ് കുറയ്ക്കും, അല്ലേ? അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഗ്ലാസ്സിൽ അല്ലെ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തു, ബക്കറ്റ് നിറച്ച് വെള്ളം എടുത്തു. നമ്മളൊരു കല്ല് ആ ബക്കറ്റിലേക്ക് ഡ്രോപ്പ് ചെയ്തു എങ്കിൽ ആ കല്ലിന്റെ വെയിറ്റ് വെള്ളത്തിനടിയിൽ ഉള്ള സമയത്ത് കല്ലിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലെസർ ദാൻ ദാറ്റ് ഔട്ട്സൈഡ്, അല്ലെ? ആ കല്ല് പുറമേ ഉള്ള സമയത്തുള്ള അത്ര വെയിറ്റ് ഉണ്ടായിരിക്കില്ല കല്ലിന് വെള്ളത്തിന്റെ അടിയിലുള്ളപ്പോ, വെള്ളത്തിന്റെ ഉള്ളിലായിരിക്കുമ്പോ, അല്ലെ? അതെന്താ കാരണം? കാരണം വെള്ളം തിരിച്ചൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും ആ കല്ലിലേക്ക്. അപ്പൊ ആ കല്ലിന്റെ വെയിറ്റ് കുറയും, അല്ലെ? അപ്പൊ അത് തന്നെ ഇവിടെയും സംഭവിക്കാം. വെള്ളം തിരിച്ചു മുകളിലേക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് കൊണ്ട് ആ ഡാമിന്റെ സെൽഫ് വെയിറ്റ് കുറയും. ഓക്കെ, നമ്മുടെ സെൽഫ് വെയിറ്റ് ആണ് ഈ ഒരു ഡാമിനെ പിടിച്ചു നിർത്തുന്നത്, അല്ലെ? ഈ വെള്ളത്തിന്റെ ഫോഴ്സിൽ നിന്ന് പിടിച്ചു നിർത്തുന്നത് എന്താണ്? ഈ ഡാമിന്റെ സെൽഫ് വെയിറ്റ് ആണ്. അപ്പോൾ ആ ഒരു സെൽഫ് വെയിറ്റ്
uplift pressure കാരണം കുറയാണ്. Okay. Hence, it is essential to study the nature of uplift. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡാമിന്റെ വെയിറ്റ് കുറയ്ക്കുന്നത് കൊണ്ട് ഈ അപ്ലിഫ്റ്റിനെ കുറിച്ച് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഈ അപ്ലിഫ്റ്റ് എത്രത്തോളം നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലത്. സോ ഈ അപ്ലിഫ്റ്റ് പ്രഷർ ഇസ് ഗിവൺ ബൈ, അപ്പൊ എത്രത്തോളമാണ് അപ്ലിഫ്റ്റ് ഫോഴ്സ് എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം? നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇത് ട്രയാങ്കിൾ ആണല്ലേ. അപ്ലിഫ്റ്റ് പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ ആയിരിക്കും. അപ്പൊ ഹാഫ് ഇൻറ്റു ബേസ്, ബേസ് എന്ന് പറയുന്നത് WH, അതായത് റോ GH ഇൻറ്റു ഹൈറ്റ്, ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ബേസ് അല്ലെ, ബേസ് ലെങ്ത്. ഇപ്പൊ B, ഇപ്പൊ ഹാഫ് ഇൻറ്റു WH ഇൻറ്റു B. WH എന്ന് പറയുന്നത് റോ GH കേട്ടോ. അപ്പൊ റോ GH ഇൻറ്റു B, അതാണ് അപ്ലിഫ്റ്റ് പ്രഷർ. അപ്പൊ നമ്മൾ ഈ അപ്ലിഫ്റ്റ് പ്രഷറിനെ കുറിച്ച് പഠിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം അത് നമ്മുടെ ഡാമിന്റെ വെയിറ്റിനെ കുറയ്ക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതാണ് അപ്ലിഫ്റ്റ് പ്രഷർ. ഇനി അടുത്തത് earthquake പ്രഷർ ആണ്. Earthquake sets up primary and secondary waves in the earth crust. അപ്പൊ നമ്മുടെ ഇപ്പൊ ഇത് നമ്മളൊരു ഡാം ആയിട്ട് എടുക്കുകയാണ്. ഇതാ നമ്മുടെ വെള്ളമാണ്. ആ വെള്ളം ഇവിടെ ഡാമിന്റെ എന്താണ് എംബാങ്ക്മെന്റ്സ്. ഓക്കെ. അപ്പൊ ഭൂമിന്റെ അടിയിൽ എന്ത് സംഭവിക്കും? അപ്പൊ വെള്ളത്തിന്റെ അടിയിൽ നമുക്കറിയാം ഭൂമിയാണ് അല്ലെ. അപ്പൊ ആ ഭൂമിയിൽ കുറെ ടെക്ടോണിക് പ്ലേറ്റ്സ് ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ചലിച്ചു കഴിഞ്ഞാൽ ഇവരുടെ മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് earthquake ഉണ്ടാവുന്നത് അല്ലെ. So this earthquake sets up primary and secondary waves in the earth crust. അപ്പൊ earth crustല് waves create ചെയ്യും ആര്? earthquake അല്ലെ. The wave imparts acceleration to the foundations under the dam and causes its movement. അപ്പൊ എന്താ ചെയ്യാ waves? നമ്മുടെ ഡാമിന്റെ ഫൗണ്ടേഷനെ എന്ത് ചെയ്യും? മെല്ലെ ചലിപ്പിക്കും. In order to avoid a rupture, the dam must also move along with it. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കൊളാപ്സ് ഒഴിവാക്കണമെങ്കിൽ ആ ഫൗണ്ടേഷൻ മൂവ് ചെയ്യുന്നതോട് കൂടി അതിനോടൊപ്പം തന്നെ ഈ ഡാമും മൂവ് ചെയ്യണം അല്ലേ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ഫൗണ്ടേഷൻ മാത്രം മൂവ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ഡാം അവിടെ ഫെയിൽ ആവും. So this acceleration in the foundation introduces an inertia force in the body of the dam and set up stresses in the dam. അപ്പൊ നമ്മുടെ ഫൗണ്ടേഷൻ മെല്ലെ മൂവ് ചെയ്യാൻ നോക്കുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഡാമിന് ഒരു ഇനേർഷ്യ ഫോഴ്സ് വരും അല്ലെ. നിങ്ങൾക്കറിയാലോ എന്താണ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ? അതെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷനിലൊക്കെ പറയുന്നുണ്ട് അല്ലേ. അതിൽ നിങ്ങൾ പഠിച്ചൊരു എക്സാമ്പിൾ ആണ്. നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ബസ് ബ്രേക്ക് ചവിട്ടിയാൽ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? ആദ്യം ബസ് പോയിരുന്ന ആ ഡയറക്ഷനിലേക്ക് തന്നെ മുന്നോട്ടേക്ക് നീങ്ങും നമ്മുടെ ശരീരം അല്ലേ. അപ്പൊ അതാണ് ഇനേർഷ്യ. A body continues to be at a state of rest unless acted upon by an external force. അല്ലേ. അപ്പോ ആ ഒരു അതേ പ്രിൻസിപ്പിൾ ആണ് ഇവിടെയും നിൽക്കുന്നത്. എന്ത് പറ്റും? നമ്മുടെ ഫൗണ്ടേഷൻ മൂവ് ചെയ്താൽ നമ്മുടെ ഡാമിന് എന്താണ് ഒരു ഇനേർഷ്യ ക്രിയേറ്റ് ചെയ്യും. തിരിച്ച് അതേ സ്ഥലത്തേക്ക് പോവാനുള്ള, പണ്ടത്തെ പോലെ ആവാനുള്ള ഒരു ഇനേർഷ്യ ക്രിയേറ്റ് ചെയ്യും. അതിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ കുറെ സ്ട്രെസ്സസ് അവിടെ ഡെവലപ്പ് ആവും. പല സ്ട്രെസ്സസും ആ ഒരു ഡാമിൽ ഡെവലപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. So hence the dam should not be constructed in places which are subjected to the occurrence of earthquake. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരിക്കലും earthquake prone ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഡാം
കൺസ്ട്രക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ. പിന്നെ അടുത്തതാണ് ഐസ് പ്രഷർ. So more important for dams constructed in cold countries or at higher elevations. അപ്പോൾ ഈ ഐസ് പ്രഷർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും അത്ര പ്രോമിനന്റ് അല്ല. ഇതൊക്കെ പൊതുവെ ഈ കോൾഡ് കൺട്രീസ്, നല്ല തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ഒരുപാട് ഉയരത്തിലാണ് നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ എന്തിനൊരു സാധ്യതയുണ്ട്? നമ്മുടെ വെള്ളം ഐസ് സ്റ്റേറ്റിലേക്ക് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഐസിന് എത്രത്തോളം പ്രഷർ കൊടുക്കാം എന്നുള്ളത് പഠിക്കേണ്ടതുണ്ട്. So ice formed on the water surface of the reservoir is subjected to expansion and contraction due to variation in temperature. അപ്പോൾ ടെമ്പറേച്ചർ വേരിയേഷൻസ് കാരണം ഐസിന് എക്സ്പാൻഡ് ചെയ്യാം അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യാം. So this force acts linearly along the length of the dam. അപ്പൊ ആ ഒരു ഫോഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. പൊതുവെ ഐസ് പ്രഷർ എന്ന് പറഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് വേരീസ് ഫ്രം 0.25 to 1.5 Newton per mm square, but an average value of 0.5 Newton per mm square may be taken under ordinary conditions. അപ്പോൾ നമ്മൾ പൊതുവെ ഐസ് പ്രഷറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിട്ടാണ് എടുക്കുക? 0.5 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അതാണ് ഐസ് പ്രഷറിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിട്ട് നമ്മൾ എടുക്കുക. പിന്നെ അടുത്തതാണ് വേവ് പ്രഷർ. വേവ് പ്രഷർ എന്ന് വെച്ചാൽ എന്താണ്? വേവ് പ്രഷർ ഉണ്ടാവാവുന്നത് ഈ റിസർവോയറിൽ, ഇപ്പൊ നമ്മുടെ ഡാം ഇതാണ്, അപ്സ്ട്രീം വാട്ടർ ആണ്. അപ്പൊ ആ ഒരു അപ്സ്ട്രീം വാട്ടറിലെ മോൾ ഭാഗത്താണ് വേവ് പ്രഷർ ഉണ്ടാവാവുന്നത് അല്ലെ? കാരണം നമുക്കറിയാലോ, വേവ്സ് ആർ ഫോംഡ് ഓൺ ദ ടോപ്പ് അല്ലെ? Upper portion of the dam is subjected to impact of waves by blowing wind. അപ്പോൾ കാറ്റടിക്കുമ്പോൾ അപ്പർ പോർഷൻ ഓഫ് ദ ഡാം, ഈ ഡാമിന്റെ മുകൾ ഭാഗത്താണ് എന്തുണ്ടാവുക? വേവ് പ്രഷർ ഉണ്ടാവാൻ സാധ്യത. So the wave pressure depends on the extent of the water surface. അപ്പോൾ വെള്ളത്തിന് എത്രത്തോളം വെള്ളം ഉണ്ടോ, വെള്ളത്തിന്റെ ലെവൽ എത്രയാണ്, അതിനനുസരിച്ചാണ് എന്ത് വേവ് പ്രഷർ എവിടെയാണ് വരാവുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. To determine this force, Molitor has given the following formula. അപ്പോൾ മോളിറ്റർ പറഞ്ഞ ഒരാള് തന്ന ഫോർമുലയാണ് വേവ് പ്രഷർ കണ്ടുപിടിക്കാൻ. അപ്പൊ ആദ്യം ഹൈറ്റ് ഓഫ് ദ വേവ്, എത്രത്തോളം വേവിന് ഹൈറ്റ് വരാം. ഇപ്പൊ ഒരു വേവ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ഒരു സൈനുസോയിഡൽ നേച്ചറിലായിരിക്കും അല്ലെ? ആ ഒരു സൈൻ വേവിനെ പോലെ ആയിരിക്കും. അപ്പോൾ എത്രത്തോളം ഹൈറ്റ് ഓഫ് ദ വേവ് വരാം എന്നുള്ളത് ഒരു ഫോർമുല പറഞ്ഞിട്ടുണ്ട്. 0.0322 റൂട്ട് വി ഇൻറ്റു എഫ് പ്ലസ് 0.763 മൈനസ് 0.271 റൂട്ട് എഫ്. അതിലെ വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് വിൻഡ് ഓൺ ദ വാട്ടർ സർഫസ് ഇൻ കിലോമീറ്റർ പെർ അവർ. അപ്പോൾ വിൻഡിന്റെ വെലോസിറ്റി ആണ്. ഏതാണ് യൂണിറ്റ് ശ്രദ്ധിക്കണം, കാരണം ഇതൊരു എംപെറിക്കൽ ഫോർമുലയാണ്. അപ്പൊ യൂണിറ്റ്സ് എപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ, കിലോമീറ്റർ പെർ അവറിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എഫ് എന്ന് പറയുന്നത് എന്താണ്? ഫെച്ച് ഓഫ് ദ റിസർവോയർ ഇൻ കിലോമീറ്റർ. അതായത് എത്രത്തോളം ലെങ്ത്, വെള്ളത്തിന്റെ ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ലെങ്ത് ഓഫ് വാട്ടർ കൺസിഡേർഡ് ഇൻ കിലോമീറ്റേഴ്സ്. അതും കിലോമീറ്റേഴ്സിൽ തന്നെയാണ് എടുക്കേണ്ടത്. എത്ര കിലോമീറ്റർ നമ്മൾ കൺസിഡർ ചെയ്യണം, അതാണ് എഫ്, ഫെച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എത്രത്തോളം വേവിന് ഹൈറ്റ് പോസിബിൾ ആണ് എന്നുള്ളത് കിട്ടും. പിന്നെ ഇഫ് ദ ഫെച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 32 കിലോമീറ്റേഴ്സ്, 32 കിലോമീറ്ററിൽ കൂടുതൽ നമ്മൾ ഫെച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ HW എന്ന് പറയുന്ന ഫോർമുലേനെ നമുക്ക് ഇങ്ങനെയാക്കി ചുരുക്കാം. 0.0322 റൂട്ട് വി എഫ് പ്ലസ്
0.763. ഇത്രയാക്കി ചുരുക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് വേവിന്റെ ഹൈറ്റ് എത്രമാത്രമാണെന്ന് കണ്ടുപിടിക്കാം. അതിനുശേഷം പ്രഷർ, the total force due to wave is given by, അപ്പോൾ പ്രഷർ ഫോഴ്സ്, വേവ് കാരണമുള്ള പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് 2 times height of the wave the whole square. അതാണ് പ്രഷർ ഫോഴ്സ് ഓഫ് ദ വേവ്. അത്ര ടൺസ് which acts at 3/8 HW above the sill of the water level. അപ്പോൾ ഇത് എവിടെയാണ് ആക്ട് ചെയ്യുക? ആക്ട് ചെയ്യുന്നത് നമ്മുടെ വെള്ളത്തിന്റെ ലെവൽ, വാട്ടർ ലെവലിൽ നിന്ന് 3/8 times HW എന്നുള്ള ഈ ഒരു ഡിസ്റ്റൻസിൽ. നമ്മൾ ആദ്യം കണ്ട എന്താ, വാട്ടർ പ്രഷർ ഒരു ട്രയാങ്കിൾ ആക്കി കൺസിഡർ ചെയ്തു. അതെവിടെയായിരുന്നു? ആക്ടിങ് അറ്റ് h/3 ഫ്രം ദ ബേസ് അല്ലേ. അതുപോലെ നമ്മുടെ വേവ്, നെറ്റ് പ്രഷർ ഫോഴ്സ് ഓൺ ദ വേവ് acts at a distance of 3/8 HW from the water level. Okay, അപ്പൊ അതാണ് വേവ് പ്രഷർ. നമ്മൾ ആദ്യം വേവിന്റെ ഹൈറ്റ് എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഹൈറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം പ്രഷർ ഡ്യൂ ടു ദ വേവ് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നോക്കാം. അത് will act at a height of 3/8 HW from the എന്ത്, വാട്ടർ ലെവൽ അല്ലേ. അതാണ് വേവ് പ്രഷർ. പിന്നെ അടുത്തത് വിൻഡ് പ്രഷർ ആണ്. വിൻഡ് പ്രഷർ എന്ന് പറയുമ്പോൾ എന്താണ്? ആ കാറ്റടിക്കും അല്ലേ. അപ്പൊ ആ കാറ്റടിക്കുമ്പോൾ ആ കാറ്റിന് വരാവുന്ന പ്രഷർ. So to be considered only on that portion of the superstructure which is exposed to the action of wind. അല്ലേ? അതായത് പൊതുവെ നമ്മുടെ വാട്ടർ ലെവലിന്റെ മുകളിലേക്ക് നിൽക്കുന്ന ഡാമിന്റെ പോർഷൻ, അത്രയും നമുക്ക് വിൻഡ് പ്രഷറിന് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. It is normally taken as 1000 to 1500 Newton per meter square for the area exposed to wind surface. അപ്പോൾ പൊതുവെ ഇതിലെടുക്കുന്ന വാല്യൂ എത്രയാണ്? 1000 to 1500 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അത്രയാണ് വിൻഡ് പ്രഷർ പൊതുവെ നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, പിന്നെ ഒരു പ്രഷർ കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്, സിൽറ്റ് പ്രഷർ അല്ലെ. എർത്ത് ആൻഡ് സിൽറ്റ് പ്രഷർ, അതായത് മണ്ണിന്റെ അടിയിൽ നമ്മൾ അടിഞ്ഞു കൂടിയ, ഇപ്പൊ നമ്മുടെ ഡാം എടുക്കുകയാണെങ്കിൽ ആ ഡെഡ് സ്റ്റോറേജിൽ വരുന്ന സിൽറ്റിന്റെ പ്രഷർ. സോ ദ അപ്സ്ട്രീം റിവർ ബ്രിങ്സ് സിൽറ്റ് ആൻഡ് ഡെബ്രിസ് അലോങ് വിത്ത് ഇറ്റ്. അപ്പൊ നമ്മുടെ അപ്സ്ട്രീം സൈഡ് എന്ത് ചെയ്യും? സിൽറ്റ് ഒക്കെ കൊണ്ടുവരും അല്ലെ. വെള്ളത്തിന്റെ കൂടെ സിൽറ്റും കൊണ്ടുവരും. The silt gets deposited to an appreciable extent when dam is constructed. അപ്പോൾ ഈ ഒരു സിൽറ്റ് ഇങ്ങനെ അടിഞ്ഞു കൂടി ഒരു പരിധി വരെ എത്തും, ഒരു പോയിന്റിൽ എത്തും അത്. Therefore, the dam is subjected to silt pressure in addition to the water pressure. അപ്പോൾ ഒരു ഡാം നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ വാട്ടർ പ്രഷർ മാത്രമല്ല ഉണ്ടാവുക, ഈ ഒരു സിൽറ്റിന്റെ പ്രഷർ കൂടെ കൺസിഡർ ചെയ്യണം. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സിൽറ്റിന്റെ പ്രഷറും നമ്മൾ ഇതുപോലെ തന്നെയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. വാട്ടർ പ്രഷറിന്റെ പോലെ തന്നെ അല്ലെ, ഒരു ട്രയാങ്കുലാർ ഷേപ്പിൽ തന്നെയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ ഇഫ് V is the submerged unit weight of silt, അപ്പൊ സിൽറ്റിന്റെ യൂണിറ്റ് വെയിറ്റ് V എന്നുള്ള ലെറ്റർ കൊടുക്കുകയാണ്. സാധാരണ W എന്ന് കൊടുക്കും, അതിന് പകരം ഇവര് ഇവിടെ V എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് phi is the angle of internal friction. അപ്പൊ നമ്മുടെ സിൽറ്റ് ആയതുകൊണ്ട് സിൽറ്റിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ, ഫ്രിക്ഷൻ. രണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ ആ ഒരു ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ phi ആണെങ്കിൽ, ആൻഡ് h is the height to which the silt is deposited. അപ്പൊ h ഹൈറ്റ് എന്ന് പറയുന്നത് h ആണ്. So the silt pressure is given by PS is equal to നേരത്തെ പോലെ തന്നെ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ
അതുകൊണ്ടാണ് ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് വി ഇൻറ്റു എച്ച്, വി എച്ച് ഇൻറ്റു ഹൈറ്റ് അല്ലേ, എച്ച്. പിന്നെ ഇവിടെ ഈ ഫ്രിക്ഷണൽ ഈ ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ എടുക്കുന്നത് കൊണ്ട് നമുക്കൊരു സൈൻ കോമ്പണന്റ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഇതും കൂടെ വരും, ഈ ഒരു ഫോർമുലയിൽ ഈ ഒരു ഫാക്ടർ കൂടെ വരും. അതിന്റെ കാരണം നമ്മൾ ആ ഒരു ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ്. സോ അത് എത്രയാണ്? 1 മൈനസ് സൈൻ ഫൈവ് ബൈ 1 പ്ലസ് സൈൻ ഫൈവ്. അപ്പൊ അതാണ് സിൽറ്റ് പ്രഷർ ഫോഴ്സ് which is acting on the dam. Half into VH square into 1 minus sin phi by 1 plus sin phi. അതാണ് സിൽറ്റ് പ്രഷർ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ഗ്രാവിറ്റി ഡാം. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താണ് ഒരു ലോ ഡാം, എന്താണ് ഒരു ഹൈ ഡാം എന്നൊക്കെ നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു ഡാമിന്റെ പ്രൊഫൈൽ എങ്ങനെയായിരിക്കും, ഒരു പ്രൊഫൈൽ ഓഫ് ദ ഡാം ഏത് ഷേപ്പിലാണ് വരേണ്ടത് എന്നുള്ളതൊക്കെ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു. Terms used in dams and reservoirs.